ഇന്നറിയാം രാജ്യത്തെ അടുത്ത 5 വർഷം ആര് നയിക്കുമെന്ന്. 8 മണിക്ക് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. 543 മണ്ഡലങ്ങളിലെ വിധിയെഴുത്തിനാണ് ഇതോടെ തുടക്കമാകുന്നത്. ഏപ്രിൽ 19 ആരംഭിച്ച വിധിയെഴുത്ത് 7 ഘട്ടങ്ങളിലായി 44 ദിവസം നീണ്ടുനിന്ന പ്രക്രിയയായിരുന്നു. ജൂൺ 1 അവസാനഘട്ട വോട്ടെടുപ്പ് നടന്നത്. ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന വോട്ടെടുപ്പിന്റെയും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണലും ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചു. ഇത്തവണ റെക്കോർഡ് വോട്ടിംഗ് ആണ് രാജ്യത്ത് നടന്നത്. 64.2 കോടി പേർ വോട്ട് ചെയ്തു. 31.2 കോടി പേർ സ്ത്രീകളാണ്. രാജ്യത്ത് 3ാം തവണയും NDA സർക്കാർ അധികാരത്തിലേറുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോളുകളുടെ പ്രവചനം. തിരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും സർവേകൾ പ്രവചിക്കുന്നുണ്ട്. തെക്കേ ഇന്ത്യയിലും BJP പിടിമുറുക്കുമെന്നും സർവേകളിൽ പറയുന്നു. ഇന്ത്യ മുന്നണിക്ക് 200 സീറ്റുകൾ നേടാൻ സാധിക്കില്ലെന്നാണ് സർവേകളിലെ അഭിപ്രായം. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഇന്ത്യ സഖ്യം. തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് 295 സീറ്റ് ഉറപ്പാണെന്നാണ് അവരും അവകാശപ്പെടുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിക്കും മുൻപ് തന്നെ ഫലമറിഞ്ഞ ഒരു മണ്ഡലവും രാജ്യത്തുണ്ട്. അത് മറ്റെവിടെയുമല്ല, ഗുജറാത്തിലെ സൂറത്തിലാണ്. ഇവിടെ എതിരാളികൾ ഇല്ലാതെ വന്നതോടെ BJP സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇതോടെ ആദ്യഫല സൂചനകൾ വരും മുൻപ് തന്നെ BJPയുടെ സീറ്റ് നില 1 നിന്ന് തുടങ്ങുകയാണ്. BJPയുടെ സൂറത്ത് സ്ഥാനാർത്ഥി മുകേഷ് ദലാലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ അഭിനന്ദിച്ചിരുന്നു. വോട്ടുകൾ രേഖപ്പെടുത്തും മുൻപേ തന്നെ വിജയം ഉറപ്പിച്ച ഏക സ്ഥാനാർത്ഥിയായി ഇക്കുറി ദലാൽ മാറി എന്നതാണ് പ്രത്യേകത. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക അസാധുവാക്കിയതിനെ തുടർന്നാണ് ദലാലിന് ഏകപക്ഷീയമായ ജയം ഒരുങ്ങിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ 3 നിർദ്ദേശകർ തങ്ങളുടെ ഒപ്പുകൾ വ്യാജമാണെന്ന് അവകാശപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിച്ചതിന് പിന്നാലെയാണ് പത്രിക തള്ളിയത്. സമാനമായ കാരണങ്ങളാൽ കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥി സുരേഷ് പദ്ലസയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതായും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരുന്നു. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ 2 സ്ഥാനാർത്ഥികളെ മണ്ഡലങ്ങളിൽ നിർത്താറാണ് പതിവ്. എന്തെങ്കിലും കാരണവശാൽ പ്രധാന സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയാണെങ്കിൽ ഡമ്മി സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം എന്നതാണ് ഇതിന് പിന്നിലെ കാരണം. എന്നാൽ ഇവിടെ 2 സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരാകരിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും രാജ്യത്തിന്റെ ഭാവി എന്തായിരിക്കുമെന്ന ആകാംക്ഷയ്ക്ക് വിരാമമാവുകയാണ് ഇന്നത്തോടെ. ഇതിനിടയിൽ മോദി തരംഗം ഉറപ്പിച്ച BJP ആഘോഷ പദ്ധതികൾ വരെ നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു.